ഹായ് ഹലോ, ഇന്ന് നല്ല അടിപൊളി ബിരിയാണി കഴിക്കാൻ ആശാനുണ്ടായിന്. പക്ഷെ വീട്ടിൽ ഇറച്ചി ഉണ്ടായിട്ടില്ല. പിന്നെ എന്തോ ഒരു സ്ട്രൈക്ക് പറഞ്ഞിട്ട് ഷോപ്പെല്ലാം ക്ലോസ് ആയിട്ടുണ്ടായിന്. എന്നിട്ട് ഒന്നും നോൺ വെജ് ഇല്ലാണ്ട് നല്ല അടിപൊളി ബിരിയാണി ഖുഷ്ക ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഞാൻ ഇങ്ങോട്ട് ഇൻഗ്രീഡിയൻസ് കട്ട് ചെയ്തുകൊണ്ട് തന്നെ അങ്ങോട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത് വേഗം പെട്ടെന്നായി കിട്ടുമല്ലോ. അതുകൊണ്ട് ഫസ്റ്റ് ഒരു വെസല് ഓയിൽ ചൂടാക്കി, പിന്നെ ഗരം മസാല, ഒരു പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർ അനീസ്, ബേ ലീഫ്, കസൂരി മേത്തി, മല്ലിയില, ഓനിയൻ, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ബ്രൗൺ കളർ ആകുന്ന വരെ മിക്സ് ആക്കി എടുക്കാം. നെക്സ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നല്ല പോലെ മിക്സ് ആക്കി എടുക്കാം. നെക്സ്റ്റ് ടൊമാറ്റോ, മല്ലിയില, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഇതും നല്ല പോലെ മിക്സ് ആക്കണം. നെക്സ്റ്റ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് വരെ നല്ല പോലെ മിക്സ് ആക്കണം. എന്നിട്ട് ഒരു കപ്പ് തൈര് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കാം. പിന്നെ ഇതിൽ അരിന്റെ ക്വാണ്ടിറ്റി ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് മെഷർമെന്റ് നോക്കിയിട്ട് നല്ല ചൂടുവെള്ളം ഇട്ട് കൊടുക്കാം. വേഗമായി കിട്ടുമല്ലോ. അതുകൊണ്ട് ഇതൊന്ന് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് ഫസ്റ്റ് ഒരു 5 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിൽ, പിന്നെ അരിന്റെ വെള്ളം ഒന്ന് വെട്ടിയ പിന്നെ ദമ്മിന് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാനിവിടെ ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഓനിയൻ പിന്നെ ക്യാരറ്റ് സാലഡ് കൂടി ഉണ്ടാക്കുന്നുണ്ട് സൈഡ് ഡിഷ് ആയിട്ട്. ഇത്ര തന്നെ സമയം കളയാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നോൺ വെജ് ഇല്ലാണ്ട് തന്നെ ടേസ്റ്റ് ബിരിയാണി ഖുഷ്ക ഒരു പ്രാവശ്യം മസ്റ്റ് ട്രൈ ആക്കി നോക്കണം. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് റെസിപ്പി ഉറപ്പായിട്ടും ഉണ്ടാക്കാം ഇൻഷാല്ലാ. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിന്. വെജിറ്റേറിയൻ ആൾക്കാർക്ക് ഇത് ഫേവറേറ്റ് ബിരിയാണി ആവും. ഒരു പ്രാവശ്യം മസ്റ്റ് ട്രൈ ആക്കി നോക്കണം. അപ്പോൾ അതുവരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് ചെയ്തിട്ട് മറക്കാണ്ട് ഒന്ന് ഫോളോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ബൈ.